നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം രോഗചികിത്സ കൃത്യമായിട്ട് ചെയ്യാത്തതാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾ അതിന് കൃത്യമായിട്ട് ചികിത്സിക്കുകയോ അല്ല ചികിത്സിക്കാതെയോ ഏതെങ്കിലും മാർഗത്തിലൂടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 20 വർഷം കൊണ്ട് അല്ല 25 വർഷം കൊണ്ട് അയാളുടെ കിഡ്നി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ആളുകളുടെ കിഡ്നി തകരാറിലാവുകയും അവർ ഡയാലിസിസിന് തുടർച്ചയായിട്ട് വിധേയരാവുകയും ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഡയബറ്റിസ് ആണ് പ്രധാനപ്പെട്ട ഉത്തരം. ഡയബറ്റിസ് കൂടുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഡയബറ്റിസ് കൂടിയാൽ ആൾക്കാർ മരുന്ന് കഴിക്കില്ല. ഒന്നുകിൽ നമുക്ക് ഡയബറ്റിസ് വരാതിരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് വന്നാലും നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ അതിനെ നിയന്ത്രിച്ച് നിർത്തണം. ഇതിന് രണ്ടും കഴിയില്ല എന്നുണ്ടെങ്കിൽ മരുന്നെങ്കിലും കഴിച്ച് അത് നിയന്ത്രിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും കാർന്ന് തിന്നുന്ന ഒരു രോഗമായിട്ട് ഡയബറ്റിസ് മാറും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം. അത് വളരെ ആഗോള വ്യാപകമായിട്ട് തന്നെ ഒരു വളരെ വലിയ പ്രശ്നമാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം. അത് മനുഷ്യർ ഈ പറഞ്ഞ ഓവർ ദ കൗണ്ടർ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പല ഡോക്ടർമാരും ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ടാണ് എഴുതുന്നത്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്നത് 2-ലധികം ആൻറ്റിബയോട്ടിക് എഴുതുകയാണെങ്കിൽ, ഒരേ രീതിയിലുള്ള 1-ലധികം ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുകയാണെങ്കിൽ, ഒരു ആൻറ്റിബയോട്ടിക് 7 ദിവസത്തിലധികം എഴുതുകയാണെങ്കിൽ അതിനുള്ള കാരണം കാണിക്കണമെന്നാണ് ഡോക്ടർ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ആൻറ്റിബയോട്ടിക് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊടുക്കുന്ന പ്രവണതയാണ് നമ്മുടെ ഡോക്ടർമാർക്കുള്ളത്. പിന്നെ മനുഷ്യൻ മാത്രമല്ല ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത്. മനുഷ്യൻ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിൻ്റെ 10 മടങ്ങ് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ നാട്ടിലെ പക്ഷിമൃഗാദികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കോഴിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, കോഴിക്ക് കൊടുക്കുന്നില്ല എന്നാണ് പല പോൾട്രി ഫാം ഉടമകളും അവകാശപ്പെടുന്നതെങ്കിലും കോഴിക്ക് കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, മൃഗങ്ങൾക്ക് ഈ പക്ഷിമൃഗാദികൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് മനുഷ്യൻ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് നമ്മളുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമുക്ക് മാത്രമാണ് അതിൻ്റെ അപകടമുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പട്ടിക്കും അപകടമാണ്, നമുക്കും അപകടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ബാക്കി വരുന്ന ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് നമ്മുടെ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറത്തേക്ക് പോകും. ഈ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും മനുഷ്യൻ്റെ ആൻറ്റിബയോട്ടിക് പുറത്തോട്ട് പോകുമ്പോൾ അതിൽ സിംഹഭാഗവും നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കുകളിലേക്കാണ് പോവുക. താൽക്കാലികമെങ്കിലും അത് ടാങ്കിൽ തന്നെ കിടക്കും. പക്ഷേ നിങ്ങളുടെ പട്ടിക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് ആ പട്ടിയുടെ മലത്തിലൂടെ നേരെ മണ്ണിലേക്കാണ് പോവുക. അത് തൊട്ടടുത്തുള്ള പേരമരത്തിൻ്റെ വേരിലൂടെ അത് പേരയ്ക്കായിട്ട് പുറത്തു വരും. എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ കോഴിവളം, ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഉള്ള കോഴിവളം നല്ല വളമാണെന്ന് വിചാരിച്ച് വാങ്ങിക്കൊണ്ടുപോയി നമ്മൾ മരത്തിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ മണ്ണിലേക്ക് ആൻറ്റിബയോട്ടിക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോഴും നമ്മളതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് വ്യാപകമായിട്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ ആൻറ്റിബയോട്ടിക് പോളിസിയുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുത്താൽ നിയമ നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൃത്യമായിട്ട് നിരീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സമീപഭാവിയിൽ അതൊരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല.